കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ വിശുദ്ധ പകലിൽ നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ ദൈവമൊരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്കൊരുമിച്ച് ആരാധിക്കുവാൻ ഇടയായി തീരട്ടെ. സ്തോത്രയാഗങ്ങളോടെ നമ്മുടെ യേശുവിനെ നമുക്കൊരുമിച്ച് ആരാധിക്കുവാൻ സകല മാനവും പുകഴ്ചയും സ്തോത്രവും നമ്മുടെ കർത്താവിന് നമുക്ക് അർപ്പിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ നമ്മെ അതിശയകരമായി വിടുവിച്ച ആ യേശുവിനെ ഇന്ന് പകലിൽ നമുക്കൊരുമിച്ച് ആരാധിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. സ്വർഗത്തിലെ കോടാനുകോടി ദൂതന്മാർ ഒരുമിച്ച് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പാടുന്നു, അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനായ ദൈവമാണ്. വിശുദ്ധിയിൽ അതിഭയങ്കരനായ നമ്മുടെ യേശുവിനെ, സ്തോത്രങ്ങളിൽ വസിക്കുന്ന നമ്മുടെ ദൈവത്തെ ദൂതന്മാർ ചേർന്ന് പറയുന്നു, അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ, നമ്മുടെ രക്ഷകനായ യേശുവിനെ ഒരുമിച്ച് പാടാൻ പോകുന്നു. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. എത്ര സ്തുതിച്ചാലും എത്ര സ്തോത്രം ചെയ്താലും മതിവരാത്ത യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ ഈ ആലയത്തിൽ വ്യാപരിക്കട്ടെ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത അതേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിലും നമ്മുടെ ഈ ആലയത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും വരുന്നതിന് മുമ്പേ തന്നെ ആ ദൈവ സാന്നിധ്യം ഒരു മേഘം പോലെ, ഒരു തീ പോലെ ഇതിന് നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. നമ്മളെക്കാൾ മുമ്പ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ആലയത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ അല്പസമയങ്ങൾ സ്തോത്രത്തോടെ ഹല്ലേലൂയ പാടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാമോ? എല്ലാ ഹൃദയവും ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മുഴുവനായി ഒന്ന് അനുഭവിക്കുവാൻ തങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത് എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് പരിപൂർണമായി ദൈവ സാന്നിധ്യത്തിന് വിട്ടുകൊടുത്ത് നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ആ പരിശുദ്ധനായ കർത്താവിനെ നമുക്കൊരുമിച്ച് സ്തോത്രത്തോടെ ആരാധിക്കാമല്ലോ. എല്ലാ കണ്ണുകളും അടച്ച് സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാമം പാടുന്നു, ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാമം പാടുന്നു, ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, 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 ദൈവം പരിശുദ്ധൻ.
ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം സുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ശബ്ദമുയർത്തി ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ഏക ദൈവമേ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ഏക രക്ഷകൻ, സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. യേശുവേ നിൻ തിരുനാമം നയിച്ചേ നീ മതി, നീ മതിയേ. യേശുവേ നിൻ തിരുപാദം നമിച്ചേ നീ മതി, നീ മതിയേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ
ആരാധ്യനേ നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൻ ഉള്ളം നിറയും നാഥാ നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൻ ഉള്ളം നിറയും നാഥാ പരിശുദ്ധ രക്തം എൻ പേർക്കായി ചിന്തി നന്ദി നന്ദി നാഥാ പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി നന്ദി നന്ദി നാഥാ ശബ്ദമുയർത്തി പരിശുദ്ധനേ യേശുനാഥ ആരാധ്യനേ ആരാധ്യനേ പരിശുദ്ധനേ ആരാധ്യനേ ആരാധ്യനേ എല്ലാ കരങ്ങളും ഉയർത്തി ശബ്ദമുയർത്തി ഹല്ലേലൂയ പരിശുദ്ധനായ ദൈവത്തെ സ്തുതികളിലൂടെ വസിക്കുന്ന കർത്താവിനെ ഇന്ന് രാവിലെ സമയം നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുക ഹല്ലേലൂയ എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ നിശ്ചയം നിശ്ചയമേ ഓ എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ നിശ്ചയം നിശ്ചയമേ രക്ഷകനേ രക്ഷകനേ യേശുനാഥ ആരാധ്യനേ രക്ഷകനേ രക്ഷകനേ യേശുനാഥ ആരാധ്യനേ ആരാധ്യനേ നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ ഓ പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ദൂതൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരും വിരവിൽ തൻ പ്രിയ സുതനെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശുമശിഹ. കോടിതൻ ദൂത സൈന്യവുമായി മേഘാരൂഢനായി വരും വിരവിൽ തൻ പ്രിയ സുതനെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശുമശിഹ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയാ. രാജാതിരാജനം മശിഹ. അവനത്ഭുത മന്ത്രിയാം ദൈവം നിത്യനാഥനം വീരണാം ദൈവം. ഓ ഉന്നത ദേവൻ നീതിയും സൂര്യൻ രാജാതിരാജ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനം പരിശുദ്ധൻ. ഹല്ലേലൂയ. പരമെങ്ങും വിളങ്ങുന്ന മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥൻ. ഓ രണ്ട് കരങ്ങൾ ഉയർത്തി അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെപ്പോൾ ആരാധ്യമില്ല.
അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനുള്ള. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് സ്തോത്രം, ആ ദൈവിക സാന്നിധ്യത്തിന് സ്തോത്രം, ആ തീയുടെ അഭിഷേകത്തിന് സ്തോത്രം, ആ പരിശുദ്ധാത്മാവ് സാന്നിധ്യത്തിന് സ്തോത്രം, ആ മഹിമയ്ക്ക് സ്തോത്രം, ആ ദൈവിക സ്തോത്രത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവിക കൃപകൾക്ക് നന്ദി പറയുന്നപ്പോ ആരാധ്യനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ഉന്നതനേ, ആരാധ്യനേ, ആരാധ്യനേ, പടമോ പരിശുദ്ധനേ, ഉന്നതനേ, ആരാധ്യനേ, ആരാധ്യനേ, പരിശുദ്ധനേ, ഉന്നതനേ, ആരാധ്യനേ, ആരാധ്യനേ.
ആരാധ്യനേ രക്ഷകനേ ഹല്ലേലൂയ ആരാധ്യനേ നീ ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയും നാഥാ ചെയ്ത നന്മകൾ ഓരോന്നും ഓർത്താൽ ഉള്ളം നിറയും പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി നന്ദി അതോർത്തുകൊണ്ട് പരിശുദ്ധ രക്തം എനിക്കായി ചിന്തി നന്ദി നന്ദി നാഥാ പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ ഓ പരിശുദ്ധനേ ഉന്നതനേ ആരാധ്യനേ ആരാധ്യനേ പരിശുദ്ധനേ അതിനെ തുറന്ന് ഉന്നതനേ ശബലബലബലഗണയാനവ ശബ്ദനേ Lord Jesus hallelujah പരിശുദ്ധനേ എത്ര സ്തുതിച്ചാലും മതിവരാത്ത പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ഈ പകലിൽ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങൾ ഒരുമിച്ച് ആദരവ് തുറന്ന് നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ നല്ലവനേ വല്ലഭനേ ആരാധ്യനേ ആരാധ്യനേ ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ കാരീരും പാണിയിൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമന്നേ കാക്കുമന്നേ കാരീരും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമന്നേ കാക്കുമന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ ഏത് പ്രതികൂല സാഹചര്യത്തിലാണ് നീയെങ്കിലും മരുഭൂമിയിൽ പെട്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരിറ്റു വെള്ള ദാഹജലത്തിന് വേണ്ടി നീ വല്ലാതെ ഉഴലുമ്പോഴും വഴി തുറക്കുന്നൊരു ദൈവത്തിൻ്റെ കരം നിനക്കനുകൂലമായി പ്രവർത്തിക്കും.
ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കൂരിരുള്ള താഴ്വരയിൽ കൂടി നടന്നു പോയാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല, ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന് വിശ്വാസം അർപ്പിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തെ നന്ദി പറഞ്ഞ തുടങ്ങിയാട്ടെ. പിശാച് നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുമ്പോൾ ഈ പകലിൽ നിന്നെ വിളിച്ച ദൈവം നിന്റെ കൂടെയുണ്ട്, നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ആശ്രയമാകുന്ന യേശുവിനെ, അഭയസ്ഥാനമാകുന്ന യേശുവിനെ ഈ പകലിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അല്പസമയങ്ങൾ ആ കർത്താവിന് ആരാധന കൊടുക്കാൻ കഴിയുന്നുണ്ടോ? രണ്ട് കരങ്ങളും അടിച്ച് അഭിഷേകത്തോടെ കരങ്ങൾ അടിച്ച് come on, hallelujah. ആരും മൗനമായിരിക്കരുത്. ഈ പകലിൽ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവജനമുണ്ടെങ്കിൽ അഭിഷേകത്തോടെ കരമടിച്ച്, അന്യഭാഷയോടെ കരമടിച്ച് ആ ദൈവത്തിന് നന്ദി പറഞ്ഞോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ വലിയ സാന്നിധ്യം ഈ പകലിൽ നിങ്ങളുടെ കൂടെയുണ്ട്. ആരും നിങ്ങളുടെ കൂടെയില്ലെങ്കിലും ആ ദൈവിക പ്രസൻസ് നിങ്ങളുടെ കൂടെയുണ്ട്. മേഘസ്തംഭമായി, മുൻപടയായി, പിൻപടയായി ഇസ്രായേലി ജനത്തെ വഴി നടത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം നീ പോകുന്നിടത്തൊക്കെയും ആ ദൈവ സാന്നിധ്യം നിന്റെ കൂടെയുണ്ടാകും. ഭക്തനായ യോഹന്നാൻ പറയുന്നു, ആ ദൈവ സാന്നിധ്യത്തിൽ എനിക്കൊന്നും മറഞ്ഞിരിക്കണോ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ ദൈവ സാന്നിധ്യം വിട്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ കഴിയത്തില്ല. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് എനിക്ക് എങ്ങോട്ടും പോകുവാൻ കഴിയത്തില്ല. ഒരു തവണ ഒറ്റിപ്പറഞ്ഞെങ്കിലോ, ഒരു തവണ ഞാൻ യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലോ, പിന്നെയും അധികമായി യേശുവിന്റെ അടിയിലേക്ക് സ്നേഹത്തോടെ കടന്നു വന്ന പത്രോസിനോട് ചേർന്ന്, പൗലോസിനോട് ചേർന്ന്, യോഹന്നാനോട് ചേർന്ന്, പഴയകാല ഭക്തന്മാരോട് ചേർന്ന് എത്ര പേർ കൊതിക്കുന്നുണ്ട് ആ ദൈവ സാന്നിധ്യത്തെ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം മേഘമിറങ്ങിയതുപോലെ ആ ദൈവ സാന്നിധ്യത്തിൽ മറഞ്ഞിരുന്നുകൊണ്ട് മോശ കണ്ട തീ പോലെ ആ തീയുടെ അഭിഷേകത്തിന്റെ നിറവ് ഈ പകലിൽ ഈ ദൈവസഭയ്ക്കകത്തേക്ക് ദൈവാത്മാവ് ഇടുമ്പോൾ എത്ര പേർ അതിനെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്? നിങ്ങളുടെ ഭൗതിക കണ്ണടച്ച് ആത്മീകമാകുന്ന കണ്ണു തുറന്നേ, ഒരു തീ ഇതിന്റെ നടുവിൽ കത്തി വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ തീ ഇതിന്റെ നടുവിൽ കത്തി വ്യാപരിക്കുന്നുണ്ട്. അത് കാണുന്ന പ്രിയപ്പെട്ടവർ, ആ അഭിഷേകത്തിന് വേണ്ടി കൊതിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് റിസീവ് ചെയ്യുക. Come on, come on, come on church. ഇന്ന് രാവിലെ ദൈവത്തിന്റെ തേജസ് ഇതിന്റെ നടുവിൽ വ്യാപരിക്കുകയാണ്. ഓ ജീസസ്, ജീസസ്, ജീസസ്. ചിലത് പ്രാപിക്കുന്നു, ചിലർ ഇന്ന് പകലിൽ അതിനെ പ്രാപിച്ചെടുക്കുന്നു. ആർക്കും പ്രാപിക്കാൻ പറ്റത്തില്ലെങ്കിലോ ഇന്ന് രാവിലെ എനിക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ രണ്ട് കരങ്ങൾ അടിച്ച് അഭിഷേകത്തിന്റെ നിറവിൽ, ഓ ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തേജസ് കാണുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. എത്ര പേർ ആ തേജസ്സിനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ശരീരത്ത് ആ തേജസ് വാരി ചുറ്റാൻ പോകുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുള്ളത് നമ്മെ വഹിക്കാൻ വേണ്ടിയാണ്. ആ തേജസ്സിലേക്കൊന്ന് വിട്ടുകൊടുക്കുവാൻ ഇന്ന് പകൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നിങ്ങൾക്കറിയാമോ, പഴയകാല ഭക്തന്മാർ തേജസ്സിനെ കൺമുമ്പിൽ കണ്ടിട്ടാണ് അവർ മരണമടഞ്ഞത്. ഹലോ, സ്തോത്രം പറയാമോ? പഴയകാല ഭക്തന്മാർ, അപ്പോസ്തലന്മാരൊക്കെയും തേജസ് കൺമുൻപിൽ കണ്ടിട്ടാണ് അവർ മരിച്ചത്. 1970 കാലഘട്ടത്തിൽ ഞാൻ മറ്റൊരു ദൈവദാസന്റെ വാക്കുകൾ ഒന്ന് കടമെടുക്കുകയാണ്. 1970 കാലഘട്ടത്തിൽ കൊട്ടാരക്കരയിൽ TPM ചർച്ച്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകപ്രസിദ്ധമായ TPM ചർച്ചിൽ മാത്തിക്കുട്ടി എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനാകുന്ന ദൈവഭൃത്യൻ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ വാളകത്തിനടുത്ത് തന്റെ ഭവനത്തിൽ മരണാസന്ന നിലയിൽ താനായിരിക്കുമ്പോൾ, അന്ന് വാഹന സൗകര്യമില്ല, ഫോൺ കോൾ സൗകര്യമില്ല, ലെറ്റർ മാത്രമാണുള്ള കാലഘട്ടം. എങ്ങനെയൊക്കെയോ താൻ ഈ വാർത്ത കേട്ടു. തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ തൻ്റെ വീട്ടിൽ മരണാസന്ന നിലയിൽ കഴിയുകയാണ്. കിട്ടിയ വണ്ടിക്കൊക്കെ കയറി ഈ മാത്തിക്കുട്ടി എന്ന് പറയുന്ന അഭിഷക്തൻ TPM ചർച്ചിൽ നിന്ന് വാളകത്തിലേക്ക് എത്തി.
തൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, മുറ്റത്തൊക്കെ ആളുകൾ കസാരയിൽ ഇരിക്കുകയാണ്. ഏത് നിമിഷവും മരണം തന്നെ കവർന്നെടുക്കും. തൻ്റെ ജ്യേഷ്ഠനെ കിടത്തിയിരിക്കുന്ന ആ റൂമിലേക്ക് ആ ദൈവദാസൻ കടന്നു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ആ ജ്യേഷ്ഠ സഹോദരൻ ആ കട്ടിലിൻ്റെ ഒരു അരിവ് ചേർന്ന് കിടക്കുകയാണ്, ഭിത്തിയോട് ചേർന്ന് കിടക്കുകയാണ്. ആ ദൈവദാസൻ ചോദിച്ചു, അച്ചാച്ചാ ഞാൻ നടുക്കോട്ടൊന്ന് കയറ്റി കിടത്തട്ടെ, എന്തിനാ അറ്റം കയറി കിടക്കുന്നത്? ആ ഭക്തനായ മനുഷ്യൻ, ആ ജ്യേഷ്ഠനായ ഭക്തനായ മനുഷ്യൻ പറയുകയാണ്, കുഞ്ഞുഞ്ഞെ നീ കാണുന്നില്ലേ? നീ നോക്ക്, ആകാശ മേഘങ്ങളിൽ വെണ്മവസ്ത്രധാരികളായി ദൂതന്മാർ എന്നെ എതിരേക്കാൻ കടന്നു വരുന്നത് നീ കാണുന്നില്ലയോ? അവർക്കിരിക്കാൻ വേണ്ടിയാ ഞാൻ അറിവ് ചേർന്ന് കിടക്കുന്നത്. അവർക്ക് വന്നിരിക്കാൻ വേണ്ടിയാ ഞാൻ കട്ടിൻ്റെ അറിവ് ചേർന്ന് കിടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് മരണമാ പ്രിയപ്പെട്ടവരെ ഇത്! ഭക്തന്മാരുടെ മരണം നോക്കിക്കെ, വിലയേറിയതാണ്. അവർ തേജസ് കണ്ടിട്ടാണ് മരിച്ചത്. ഹല്ലേലൂയ. ദൈവദാസൻ പറയുകയാണ്, ദേ നീ മുറ്റത്തേക്ക് നോക്കിക്കേ, എല്ലാവരും ചെയറുകളിൽ ഇരിക്കുകയല്ലേ, പക്ഷെ സ്വർഗത്തിൽ നിന്ന് വരുന്ന ദൂതന്മാർക്ക് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ കട്ടിലിൻ്റെ അരിവ് ചേർന്ന് കിടക്കുന്നത്. ആ വാക്കുകൾ അവസാനത്തെ വാക്കുകളായിരുന്നു. ആ അടക്ക ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ഭക്തനായ മാത്തിക്കുട്ടി എന്ന് പറയുന്ന ഭക്തൻ TPM ചർച്ചിൽ തൻ്റെ റൂമിലിരുന്ന് തൻ്റെ ജ്യേഷ്ഠൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ ഓർത്ത് കണ്ണുനീരോടെ ആയിരിക്കുമ്പോൾ, ആ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുമ്പോൾ, ആ ഭക്തനായ മനുഷ്യൻ എഴുതി ചേർത്തൊരു വരിയുണ്ട്. നമ്മളെല്ലാവരും പാടി ആരാധിക്കാറുള്ള ഒരു പഴയ പാട്ടുണ്ട്. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ആമേൻ. ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ തേജസ് കണ്ട പഴയകാല ഭക്തന്മാർ മരണമടഞ്ഞതെങ്കിൽ പുതിയ കാല അനുഭവത്തിൽ വസിക്കുന്ന, പുതിയ കാല അനുഭവത്തിൽ ജീവിക്കുന്ന ദൈവമൈതലേ, നിനക്ക് ആ തേജസ് ഒന്ന് കാണുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ ഭൗതിക കണ്ണൊന്നടച്ച് നിന്റെ ആത്മീക കണ്ണൊന്ന് തുറക്ക്. ആ സ്വർഗത്തിലെ സാന്നിധ്യത്തെ വഹിക്കുന്ന ഒരു അഭിഷേകം ഈ പകലിൽ ആരെയൊക്കെ തൊടാൻ പോകുകയാണ്. ഇത് അന്ത്യകാലമാകയാൽ, ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമാകയാൽ, ഈ പകലിൽ ആ തേജസ്സിന് വേണ്ടി കൊതിക്കുന്ന ദൈവജനമുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേൽക്കാമോ? നാം ഒരുമിച്ച് ഈ ഗാനത്തിന്റെ ഈഴികൾ പാടി നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാൻ തുടങ്ങുകയാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും അടിച്ച് എല്ലാ കരങ്ങളും അടച്ചാണ്ട് വളരെ പ്രത്യാശയോടെ, വളരെ ആനന്ദത്തോടെ, സന്തോഷത്തോടെ, ഇതിൽ പരം മറ്റൊരു ആനന്ദം നമുക്കില്ല, ഇതിൽ പരം മറ്റൊരു സന്തോഷം നമുക്കില്ല. തേജസ്സിനാൽ പൊതിയപ്പെടുന്ന ഒരു അഭിഷേകം ഈ പകലിൽ നിറയപ്പെടണേ. നോട്ടം തികച്ചു സ്വർഗേ വിരുദ്ധിനായി, ലോകജ്ഞാനം ഓട്ടം തികച്ചു സ്വർഗേ വിരുദ്ധിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ. പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ. ഭൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഓ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാണാൻ ആശയാ കാത്തിരുന്ന എൻ്റെ പ്രിയനേ, ഏറെ നാളായി കാണാൻ ആശയാ കാത്തിരുന്ന എൻ്റെ പ്രിയനേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുവാ
ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര സ്നേഹിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. ശാന്തമായി പാപിയായിരുന്നൊരു കാലത്തും ആഭക്തനായൊരു നാളിലും, പാപിയായിരുന്നൊരു കാലത്തും ആഭക്തനായൊരു നാളിലും ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. ഓ ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. ശാന്തമായി കരമുയർത്തി ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. ഓ ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ, വർണ്ണിച്ചിടാൻ വാക്കുപോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ. എന്റെ കാതിൽ കേട്ടതല്ല, എന്റെ കണ്ണു കണ്ടിടുന്നു പുകഴ
ഒന്നിച്ചിടാൻ വാക്കു പോരായേ, ഒന്നിച്ചിടാൻ നാവ് പോരായേ, ഒന്നിച്ചിടാൻ വാക്കു പോരായേ, ഒന്നിച്ചിടാൻ നാവ് പോരായേ. എത്ര പേർ ഉള്ളത്തിൽ നിന്ന് പറയും, എൻ്റെ ജീവനാണ് എൻ്റെ യേശു. കർത്താവേ, അങ്ങയോട് ചേർന്ന് അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി ഇന്ന് പകൽ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങയോട് പറയുകയാണ്, അങ്ങയെ വിട്ടുപിരിയാൻ, അങ്ങയുടെ നാമത്തെ മറന്ന് ഞങ്ങൾക്ക് പോകാൻ ഇടയാകാതെ വണ്ണം കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് പകർന്ന ആ ദൈവകൃപയുടെ ആഴത്തിൽ നിന്നുകൊണ്ട് ഈ പകലിൽ കർത്താവിന്റെ തിരുമേശയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. കണ്ണുകളടച്ച് ഇന്ന് പകലിൽ കർത്താവിനോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷെ ഇന്നലെ ആവാം, ഒരുപക്ഷെ 5 വർഷം മുൻപാകാം, 10 വർഷം മുമ്പാകാം. അത് ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു എന്നുള്ളവർ
നിങ്ങളുടെ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം വാഗ്ദത്തം പറയുക മാത്രമല്ല, അത് ചെയ്തു തരുമെന്ന് ഉറപ്പുള്ളവനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ വ്യത്യസ്തമായ ഒരു ആത്മാനുഭവത്തിലേക്ക് എൻ്റെ അകത്ത് ദൈവം പ്രകാശിപ്പിച്ചൊരു ശബ്ദം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കതിലേക്ക് പോകാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് സ്വർഗത്തിന്റെ മുഖത്തേക്ക് നോക്കി. അളവുകളില്ലാതെ അതിരുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. അളവുകളില്ലാതെ അതിരുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. അളവുകളില്ലാതെ അളവുകളില്ലാതെ അതിരുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. വാഞ്ചയോടെ അളവുകളില്ലാതെ അതിരുകൾ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. ഒരിക്കൽ കൂടി വാഞ്ചയോടെ അളവുകളില്ലാതെ അതിരുകളില്ലാതെ പകരണമേ നിൻ സാന്നിധ്യം. അധികമായി അധികമായി നിൻ സാന്നിധ്യം വേണമേ. അധികമായി അധികമായി നിൻ സാന്നിധ്യം വേണം. വാഞ്ചയോടെ അധികമായി അധികമായി നിൻ സാന്നിധ്യം വേണമേ. അധികമായി 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 നിൻ സാന്നിധ്യം വേണമേ. അളവുകളില്ലാതെ അളവുകളില്ലാതെ അതിരുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. അളവുകളില്ലാതെ അളവുകളില്ലാതെ അതിരുകളില്ലാതെ പകരണമേ എന്നിൽ നിൻ സാന്നിധ്യം. അധികമായി 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 നിൻ സാന്നിധ്യം വേണമേ. അധികമായി അന്യനിൽ നിൻ സാന്നിധ്യം വേണമേ. അധികമായി 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 നിൻ സാന്നിധ്യം വേണമേ. അധികമായി അടിയനിൽ നിൻ സാന്നിധ്യം വേണമേ. വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഇത് വാഗ്ദത്തത്തിന്റെ സീസൺ. വാഗ്ദത്തത്തിന്റെ സമയമാണിത്. ഈ ദിവസങ്ങൾ ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി യാക്കോബ് ഇസ്രായേലായി മാറും.
ഇന്നത്തെ പ്രവചന ശബ്ദം ഇതാണ്. രാജാവായി എഴുന്നേൽക്കും യാക്കോബാണെന്ന് വിധി പറഞ്ഞ നിന്നെ ദൈവം ഇസ്രായേലാക്കി മാറ്റാൻ പോകുകയാണ്. എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ പിൻവിയേറ്റ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ, നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം, നീക്കി അടിമയെന്ന ചിലരുടെ അടിമകളെന്ന നാമത്തിന് ഈ മാസത്തിൽ ദൈവം ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം, ദൈവത്തിന്റെ പുത്രത്വത്തിലേക്ക് അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, ചരിത്രപരമായ മാറ്റങ്ങൾ വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്. കഴിഞ്ഞ നാളുകളിൽ നീ കരഞ്ഞ് നിലവിളിച്ച് മഹത്വത്തിന്റെ എന്ന് കർത്താവേ എന്റെ വാഗ്ദത്തം ഞാനൊന്ന് കാണും, എന്നെ മേലൊരു ദൈവപ്രവൃത്തി ഞാൻ കാണും എന്ന് കരഞ്ഞ ചിലർക്കുള്ള മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിന്റെ സീസണാണ്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വെറുതെയായി പോകില്ല. ചേർന്നൊരാമേൻ പറയാമോ? ഞാനതിൻ്റെ പുറകിലൊരു വാക്കൂടെ ചേർത്ത് പറയാം. വാഗ്ദത്തത്തിന് വേണ്ടി കരയുന്ന ഒറ്റ ഒരു വ്യക്തിയുടെ കരച്ചിലിനെ കാണാതെ പോകാൻ എൻ്റെ ദൈവത്തിന് കഴിയത്തില്ല. അവൻ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നടന്ന ആ യൂത്ത് മീറ്റിങ്ങിൽ, പുനലൂർ ചർച്ചിൽ വെച്ച് നടന്ന യൂത്ത് മീറ്റിങ്ങിൽ പോയ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. ശുശ്രൂഷ മക്കളാണ് ഇവിടെ ഇരിക്കുന്നവർ. അവർക്ക് നന്നായിട്ട് അറിയാം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ, ആ വേദിയിൽ ചെന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ലാസ്റ്റത്തെ ഒരു 5-10 മിനിറ്റ്സ് ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കണം. അത്രമാത്രമേ എൻ്റെ മേലുള്ള ഔദ്യോഗികമായ ശുശ്രൂഷ എവിടുന്നുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ ഞാൻ ചെന്ന് പാസ്റ്റേഴ്സ് ഇരിക്കുന്ന ഇടത്തിരുന്നപ്പം മുതൽ ആമേൻ ഓഡിയൻസിൽ ഒരു മകൻ്റെ പേര് ഭയങ്കരമായ ഒരു ഓപ്പണിങ് ഞാൻ കണ്ടു. സ്തോത്രം. ഞാൻ പലതവണ ആ ചർച്ചിൽ ശുശ്രൂഷിച്ചിട്ടുള്ളത് കൊണ്ട് ആമേൻ എനിക്ക് മനസ്സിലായി ഞാൻ ആ ചർച്ചിൽ കണ്ടിട്ടുള്ളൊരു മുഖമല്ല. അതുകൊണ്ട് ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ ഈ മോൻ ഏതാണ്? അന്നേരം പറഞ്ഞു, ഈ മോൻ ഫസ്റ്റ് ടൈമാണ് ഈ ചർച്ചിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ ചില മാസങ്ങളായി ചർച്ചിനകത്തുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എന്തോ പരിശുദ്ധാത്മാവ് ഈ മകനെ ഭയങ്കരമായിട്ട് തൊടുന്നത് അറിയാം.
പ്രൈസലോ. സാഹചര്യം നോക്കിയാൽ നമുക്കത് മനസ്സിലാവത്തില്ല. കാരണം മുടിയൊക്കെ വളർത്തി ഒരു എന്ത് പറയേണ്ടത് ആ ഒരു അനുഭവത്തിനകത്തിരിക്കുകയാണ്. പ്രൈസലോ. പക്ഷെ ഭയങ്കരമായി ദൈവാത്മാവ് തൊടുന്നത് ഞാൻ കണ്ടു. പ്രൈസലോ. ശുശ്രൂഷയ്ക്കിടയ്ക്ക് നെവിൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെവിനും ആ മകനെ ഫോക്കസ് ചെയ്ത് ചിലത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ കണ്ടില്ല. കാരണം ആ സമയം ഒരു നിയോഗമുണ്ടായി. ദേവദാസിന്റെ ഓഫീസ് മുറിക്കകത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ അകത്ത് കയറിയ സമയമാണ്. പക്ഷെ എൻ്റെ കാതിൽ ഞാൻ മൈക്കിന്റെ ശബ്ദം കേട്ടു. അദ്ദേഹത്തെ കുറിച്ച് നെവിൻ പറയുന്ന ചില വാക്കുകൾ ഞാൻ കേട്ടു. സ്തോത്രം. എനിക്ക് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം മുൻപോട്ട് വന്ന് ഞാൻ ആ മോനെ മുന്നിൽ വിളിച്ച് എന്നോട് കർത്താവ് പറഞ്ഞ ചില വാക്കുകൾ ഞാൻ അവൻ്റെ കാതിൽ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകി. ഹല്ലേലൂയ, ഭയങ്കരമായി ഒഴുകി നിൽക്കുകയാണ്. +2 കഴിഞ്ഞ് MBBS ബാംഗ്ലൂരിൽ പഠിക്കുന്ന ജോയിൻ ചെയ്ത ഒരു കുഞ്ഞാണ്. പിന്നത്തേതിൽ ആ കുഞ്ഞിൻ്റെ അമ്മ മുൻപോട്ട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ 2 മക്കളാണ്, അതിൽ 2ാമത്തെ മോനാണിത്. ഹല്ലേലൂയ, ഇവൻ ബാംഗ്ലൂരിലാണ്. ഇവനോട് എന്തിനാണെന്ന് പറയാതെയാണ് ഞാൻ ഇവനെ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിയത്. പക്ഷെ എൻ്റെ ആഗ്രഹം ഈ മീറ്റിങ്ങിൽ അവൻ കൂടണമെന്നൊരാഗ്രഹമായിട്ട്. എന്തിനാന്ന് പ്രാർത്ഥനയ്ക്കാന്ന് പറഞ്ഞാൽ അവൻ വരില്ല. ഇന്ന് രാവിലെ വരെ പ്രാർത്ഥനയ്ക്കാന്ന് അവനോട് ഞാൻ പറഞ്ഞില്ല. രാവിലെ ഞാൻ അവനോട് പറഞ്ഞു, മോനെ അമ്മ പ്രാർത്ഥനയ്ക്ക് പോവാ, നീയും എൻ്റെ കൂടെ വന്നാൽ നന്നായിരുന്നു. പോരാമെന്ന് പറഞ്ഞ ആളിഞ്ഞ് പോന്നു, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നലത്തെ മീറ്റിംഗ് അവിടെ ഉപയോഗിച്ച അതേ പദം തന്നെ ഞാൻ പറയാം. ആ മീറ്റിംഗ് ആ മകന് വേണ്ടിയുള്ളതായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ആ അമ്മ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടു, ഞാൻ കേട്ടു അദ്ദേഹത്തിൻ്റെ വിതുമ്പുന്ന ശബ്ദം. ഞാൻ കണ്ടു ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുകുകയാണ്. ആമേൻ. ദൈവം പറഞ്ഞ ചില നിയോഗത്തിലെ ചില ദൈവ ശബ്ദങ്ങൾ കൈമാറിയപ്പോൾ എന്നോട് പറഞ്ഞു, യെസ് പാസ്റ്റർ, അത് നിവർത്തിക്കപ്പെടുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. കാരണം ഞാനിത് എന്നിൽ കേട്ട ചില ശബ്ദങ്ങളാണ്. ഒരു മാതാവിൽ കേട്ട ചില ശബ്ദങ്ങൾ തലമുറയിലേക്ക് അവിടുന്ന് കൈമാറുകയാണ്. ഇന്ന് പകൽ ഞാൻ എന്താ ഇവിടെ പറയുന്നത്? എവിടൊക്കെയോ വാഗ്ദത്തങ്ങൾ മരവിച്ചു കിടക്കുന്നെങ്കിൽ, വാഗ്ദത്തങ്ങൾ മരിച്ചു കിടക്കുന്നെങ്കിൽ, ഞാൻ ആത്മാവിൽ ഇതിനകത്തൊരു ദൂത് കൈമാറുകയാണ്. അടുത്ത ഒരു സമയം വരുന്നു. ദൈവം ലോക ആരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഒക്കെയും യഥാസ്ഥാനത്താക്കുന്ന ഒരു കാലം വരും. അത് വരുവോളം ഞാൻ ആ പദം ഒന്നും കൂടെ പുറകോട്ട് പോവുകയാണ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. ആ വാക്കുകളെ നിങ്ങൾ ഗൗരവപൂർവ്വം കാണുക. ദൈവം, അടുത്ത പാദം, ലോകത്തിന്റെ ആരംഭം മുതൽ അവൻ തന്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും, ആമേൻ, ഹല്ലേലൂയ, അടുത്ത പദമാണ്, യഥാസ്ഥാനത്താക്കുന്ന ഒരു കാലം വരികയാണ്. ആ വാഗ്ദത്തം ഇപ്പം മറ്റേതോ സ്ഥാനത്തിരിക്കുകയാ, അസ്ഥാനത്തിരിക്കുകയാ. അതിനെ റൈറ്റ് പ്ലേസിലേക്ക് കൊണ്ടുവരുന്ന ഒരു സീസണിൽ ദൈവസഭ വന്നെത്തിയിരിക്കുന്നു എന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആ 2 കരങ്ങളും ചേർത്തടിച്ചിട്ട് പറ, എന്റെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു പുതിയ സീസണാണിത്. ലോകത്തിന്റെ ആരംഭം മുതൽ. അതുകൊണ്ട് പാട്ടിൽ പാടിയതുപോലെ യാക്കോബിനെ നോക്കി സത്യത്തിൽ ഒരു മനുഷ്യൻ നോക്കിയാൽ ഇവൻ ഒരു രാജ്യമായി മാറുമെന്ന്, ഇസ്രായേലായി മാറുമെന്ന് പറയത്തില്ല. ജനിച്ചു വന്ന സാഹചര്യം നോക്കിയാൽ പറയത്തില്ല. വളർന്ന കുടുംബം നോക്കിയാൽ പറയത്തില്ല. തന്റെ സ്വഭാവം നോക്കിയാൽ പറയത്തില്ല. പക്ഷേ ലോകാരംഭം മുതൽ പ്രവാചകന്മാരിലൂടെ പ്രവചിച്ച പ്രവചനങ്ങൾ, വിശുദ്ധ പ്രവാചകന്മാരുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം കൈമാറിയ ദൈവശബ്ദങ്ങൾ, അത് അതുപോലെ നിവർത്തിച്ചു വെളിയിൽ വരണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാകയാൽ, ഒന്നുകൂടെ പറയാം, ലോകത്തിന്റെ ആരംഭം മുതൽ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ കൊടുത്തത് റൈറ്റ് പ്ലേസിൽ കൊണ്ടുവരണമെന്ന് ദൈവത്തിന്റെ ഒരു ആഗ്രഹമാകയാൽ
ഇന്ന് ഞാൻ ആരോടോ ഇതിനകത്ത് പ്രവചിക്കുകയാണ്, നിന്റെ വാഗ്ദത്തങ്ങൾ നിന്നെ മറികടന്നു പോകത്തില്ല. പ്രവാചകന്മാർ പ്രവചിച്ച ദൈവശബ്ദങ്ങൾ, ആ ബൈബിളിലെ അതേ പദം തന്നെ ഞാൻ പറയാം, വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനങ്ങൾ നിന്നെ മറികടന്നു പോകത്തില്ല. ഇസ്രായേലാക്കി മാറ്റുമെന്ന് ഈ യാക്കോബിന്റെ മേൽ ഒരു ശബ്ദമുണ്ടെങ്കിൽ യാക്കോബിനെ ആ നിലയിൽ പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചതുപോലെ ഇന്ന് പകൽ ഇതിനകത്ത് ജന്മം കൊണ്ടോ വളർച്ച കൊണ്ടോ സാഹചര്യം കൊണ്ടോ അനുഭവം കൊണ്ടോ ജോലി കൊണ്ടോ കുടുംബം കൊണ്ടോ നീ തകർന്നു കിടക്കുന്നവനെങ്കിൽ നിന്നോടുള്ള വാഗ്ദത്തം നിന്നെ മറികടന്നു പോകത്തില്ലെന്ന് എന്റെ പൊന്നു കുഞ്ഞെ ഇന്ന് പകൽ നീ വിശ്വസിക്കുക. അത് നിന്നെ തേടിയെത്തുന്നതാണ്. യഥാസ്ഥാനത്താക്കുന്ന ഒരു കാലം, റൈറ്റ് പ്ലേസിലാക്കുന്ന ഒരു കാലം, നമ്മെ സ്വസ്ഥതയായ സ്ഥലത്താക്കുന്ന ഒരു കാലം. ഇന്ന് പകൽ എത്ര പേർ ആത്മാവിൽ എന്നോട് ചേർന്ന് പറയൂ, അങ്ങനെ ഒരു അനുഭവം എൻ്റെ മേൽ ഞാൻ കാണുകയാണ്. നിങ്ങൾ നിങ്ങളുടെ തന്നെ പ്രവാചകന്മാരെന്നായിക്കേ, നിങ്ങൾ നിങ്ങളുടെ തന്നെ പ്രവാചകിമാരെന്നായിക്കേ, നിങ്ങൾ നിങ്ങളെ നോക്കി പ്രവചിച്ച് ലോകത്തിന്റെ ആരംഭം മുതൽ സത്യവേദ പുസ്തകത്തിൽ സത്യമായി എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ പ്രവചനങ്ങൾ എൻ്റെ മേൽ സംഭവിച്ചു തുടങ്ങും, എൻ്റെ മേൽ സംഭവിച്ചു തുടങ്ങും. നിങ്ങൾ എത്ര പേർ ആത്മാർത്ഥമായി പറയൂ? എത്ര അമ്മമാർ ഇന്നു പകൽ നിങ്ങളുടെ ബൈബിളുകൾ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത നെഞ്ചത്തോടൊന്ന് ചേർത്ത് വെച്ചിട്ട് ആത്മാർത്ഥമായി നിങ്ങൾ പറയുമോ, നിങ്ങളുടെ തലമുറകളെ യഥാസ്ഥാനത്താക്കുന്ന, തലമുറകളുടെ വാഗ്ദത്തങ്ങളെ യഥാസ്ഥാനത്താക്കുന്ന ഒരു ദൈവത്തിന്റെ വർഷമാണിത്. അത് ലോകത്തിന്റെ ആരംഭം മുതൽ മക്കളുടെ പേര് പറഞ്ഞു, മക്കളുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ വാഗ്ദത്തങ്ങളൊന്ന് പറഞ്ഞാണ്. ദൈവവചനത്തിന് മാറ്റമില്ല മക്കളെ, ദൈവവചനത്തിന് മാറ്റമില്ല. എവിടൊക്കെയോ കാതുകളിൽ മന്ത്രിക്കുന്ന ഒരു ശബ്ദം എനിക്ക് കേൾക്കാം, ആരുടെയൊക്കെയോ കാതുകളിൽ മന്ത്രിക്കുന്ന ഒരു ശബ്ദം എനിക്ക് കേൾക്കാം. കുഞ്ഞെ, കഴിഞ്ഞു, നിന്റെ കാലം കഴിഞ്ഞു, ഇനി നിനക്ക് ആരോഗ്യമില്ല, ഇനി നിനക്ക് ബലമില്ല, ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല, നിന്റെ ആയുഷ്കാലം തീർന്നു, ഇനി നീ ഒരു വാഗ്ദത്തം കാണത്തില്ല. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ ആത്മാർത്ഥമായി നിന്നോട് പറയാ, ഇത് തന്നെയാ സാറ പറഞ്ഞത്, ഇത് തന്നെയാ സാറ പറഞ്ഞത്. എന്റെ കാര്യം കഴിഞ്ഞു, എനിക്ക് നീ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ല. അവൻ ആ വാഗ്ദത്തം കേൾക്കുമ്പോ അവൾ പുറകിലിരുന്നു ചിരിക്കുകയാ. പക്ഷെ ചിരിച്ച സാറ അടുത്ത വർഷമായപ്പോ ഒരു ദൈവ മഹത്വം കണ്ടതുപോലെ, വാഗ്ദത്തം നിറവേറിയതുപോലെ ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് പ്രവചിക്കുകയാണ്, ആത്മാവിൽ പ്രവചിക്കുകയാണ്. കാലം കഴിഞ്ഞില്ല കുഞ്ഞ്, സമയം കഴിഞ്ഞില്ല കുഞ്ഞ്, മണിക്കൂറുകൾ കഴിഞ്ഞില്ല. ഇത് വാഗ്ദത്തത്തിന്റെ കാലം. കരമടിച്ച് 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 ചേർന്നൊന്നുകൂടെ പാടാമോ? ഇത് വാഗ്ദത്തത്തിന്റെ കാലമാണ്. വാഗ്ദത്തത്തിൻ സമയമാണ്, മഹത്വത്തിന്റെ ദിനങ്ങളാണ്. ഇത് പാടുമ്പോൾ നിങ്ങളുടെ വാഗ്ദത്തങ്ങളൊന്ന് ഓർത്ത് പറഞ്ഞേ. അസാധ്യമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിങ്ങളൊന്ന് മുന്നിൽ കൊണ്ടുവന്നേ. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും.
മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ചില വാഗ്ദത്തങ്ങൾ എന്റെ വാക്കുപയോഗിക്കുകയാണ്, പൊടി തട്ടി ഉയർന്നു വരുന്നു. സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വാഗ്ദത്തം കേൾക്കുമ്പോഴാണോ, വാഗ്ദത്തം അനുഭവിക്കുമ്പോഴാണോ കൂടുതൽ സന്തോഷം? ഹലോ, വാഗ്ദത്തം കേൾക്കുമ്പോഴാണോ, വാഗ്ദത്തം അനുഭവിക്കുമ്പോഴാണോ കൂടുതൽ സന്തോഷം? അസാധ്യങ്ങളുടെ നടുവിൽ സാറായോടൊരു ശബ്ദമാണ്, അബ്രഹാമിനോടൊരു ശബ്ദമാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും ഞാൻ നിനക്ക് വാഗ്ദത്ത സന്തതികളെ തരും. വചനത്തിൽ നമ്മൾ കാണുന്നു, ഈ ദൂത് കേട്ടപ്പോൾ സാറ എന്ത് ചെയ്തു? ചിരിച്ചു. പക്ഷെ ഞാനൊരു വാക്കതിനോട് ചേർത്ത് പറഞ്ഞോട്ടെ, സാറയുടെ ഈ ചിരിക്ക് പുറകിൽ ഒരു കരച്ചിലുണ്ട്. സാറയുടെ ഈ ചിരിക്ക് പുറകിൽ ഒരു കരച്ചിലുണ്ട്. ഇതവൾ ചിരിക്കുന്നത് ഒരു ദൈവിക വാഗ്ദത്തമായതിന്റെ പേരിലാ. എന്നാൽ അവളുടെ ഉള്ളം കരയുന്നത് ഇന്നലകളിൽ പോയ അനുഭവങ്ങളുടെ നടുവിലാണ്. സ്തോത്രം. ആ ചിരിയേക്കാൾ കൂടുതൽ അകത്തെ കരച്ചിലിനെ പരിശുദ്ധാത്മാവ് എടുത്തു കാണിച്ചിട്ട് പറയാ, നീ ഇങ്ങനെ ചിരിക്കണ്ട, ഈ ചിരിയുടെ പുറകിലെ കരച്ചിലിനെ മാറ്റി അവിടെ കൂടെ ചിരിയെ ഫില്ല് ചെയ്യുന്ന ഒരു നിവർത്തീകരണം സംഭവിക്കാൻ പോകുകയാണ്. Praise the Lord. Hallelujah. Hallelujah. ആമേൻ. ഇന്ന് ഞാൻ ഈ ശബ്ദം പറയുമ്പോഴും ചിലർ പറയും വാഗ്ദത്തമുണ്ട് പാസ്റ്ററേ. സത്യ, ആഗ്രഹമുണ്ട്, സത്യവ. പക്ഷെ സാറ പറഞ്ഞതുപോലെ കാലം കഴിഞ്ഞു, ശരീരം ബലഹീനമായി, കണ്ണുകൾ മങ്ങിത്തുടങ്ങി, അവസ്ഥകൾ, സാഹചര്യങ്ങൾ എല്ലാം പ്രതിസന്ധിയിലാണ്. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആരോടോ ഇതിനകത്ത് ഒരു പ്രവാചകന്റെ ഷൂവിൽ നിന്ന് ഞാൻ പ്രവചിക്കുകയാണ്. ദൈവാത്മാവിൽ ഞാൻ ഈ ദൂത് കൈമാറുകയാണ്. എന്റെ ദൈവത്തിന് അസാധ്യമെന്ന് പറയുന്ന ഒരു സാഹചര്യമില്ല. എന്റെ ദൈവത്തിന് അസാധ്യമെന്ന് പറയുന്ന ഒരു സാഹചര്യമില്ല. അതാരോടോ ഞാൻ പ്രവചിക്കുന്ന ശബ്ദമാണ്. കാമി പ്രയർ സെന്ററിന് വേണ്ടി ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. എന്റെ ദൈവത്തിന് അസാധ്യം എന്നൊരു ടൈമില്ല. എന്റെ ദൈവത്തിന് അസാധ്യം എന്നൊരു സാഹചര്യമില്ല. ഇന്ന് പകലിൽ കരച്ചിലിന്റെ അകത്ത് നിൽക്കുന്ന നിന്റെ ചിരിയല്ല, ചിരിയുടെ മേൽ നിൽക്കുന്ന നിന്റെ ചിരി, ചിരിയുടെ മേൽ, ചിരിയുടെ മേൽ, ചിരിയുടെ മേൽ നിൽക്കുന്ന നിന്റെ ചിരി, സന്തോഷത്തിന്റെ മേൽ, സന്തോഷത്തിന്റെ മേൽ നിൽക്കുന്ന നിന്റെ സന്തോഷത്തെ വെളിപ്പെടുത്തുന്ന ഒരു കാലം വരുവോളം യഥാസ്ഥാനത്താക്കും, യഥാസ്ഥാനത്താക്കും, യഥാസ്ഥാനത്താക്കും. ഇസഹാക്കെ നീ ജനിക്കേണ്ടതാണ്. ഇസഹാക്കെ നീ വാഗ്ദത്ത സന്തതിയായി ജനിക്കേണ്ടതാണ്. അത് ജനിക്കേണ്ട അതേ കുടുംബത്തിനകത്തു തന്നെ ഞാൻ നിന്നെ ജനിപ്പിക്കുമെന്ന്
യിസ്ഹാക്ക് ജനിക്കുന്നതിന് മുൻപ് ആമേൻ ഹല്ലേലൂയ ലോകത്തിന്റെ ആരംഭത്തിങ്കൽ ദൈവം എഴുതി വെക്കുന്നത് പോലെ ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, കർത്താവ് നാളുകൾക്ക് മുൻപ് എഴുതി വച്ചിരിക്കുന്ന ചിലത് നിന്റെ ലൈഫിനകത്ത് ആത്മാവിൽ വെളിപ്പെടുത്തിയെടുക്കാൻ. ലോകത്തിൽ ആരെങ്കിലും എഴുതിയതല്ല കുഞ്ഞ്, അപ്പൻ എഴുതിയതോ അമ്മ എഴുതിയതോ ആമേൻ ഹല്ലേലൂയ ഏതെങ്കിലും ജ്യോത്സ്യന്മാർ എഴുതിയതോ ഇതൊന്നുമല്ല. ദൈവം നിന്നെ കുറിച്ച് ലോകത്തിന്റെ ആരംഭം മുതൽ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത് എഴുതി വച്ചിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. അതിനെ റൈറ്റ് പ്ലേസിലേക്ക് കൊണ്ടുവരുന്ന ആഴ്ചയാണെന്നാ ഞാൻ പറഞ്ഞത്. അതിനെ റൈറ്റ് പ്ലേസിലേക്ക് കൊണ്ടുവരുന്ന മാസമാണെന്നാ ഞാൻ പറഞ്ഞത്. അതിനെ റൈറ്റ് പ്ലേസിലേക്ക് കൊണ്ടുവരുന്ന വർഷമാണെന്നാ ഞാൻ പറഞ്ഞത്. അത് ഇതിനകത്ത് കിഡ്സ് ചർച്ചിലും യൂത്ത് ചർച്ചിലും നമ്മുടെ മെയിൻ ചർച്ചിലും ഒരുപോലെ ചിലതിനെ ആത്മാവിൽ ചലിപ്പിക്കുന്ന ദൈവപ്രവൃത്തി ഇതിനകത്ത് കാണുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ചേർത്തടിച്ചു പറ. ഉടറബനബറബ ശംദരാധരാധി അറാദൽ കടഗമന അർഖജാന റദൽ കടഗമന. എന്നാൽ ഇതുപോലെ അസാധ്യമായ ഒരു വാഗ്ദത്തം ദൈവാത്മാവ് ശക്തനായ വിശുദ്ധനായ വിശ്വസ്തനായ ഒരു പുരോഹിതന് കൈമാറുമ്പം അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ചോദിക്കുന്നു, ഇത് ഞാൻ എന്തിനാണ്, ഇതെങ്ങനെ എനിക്ക് മനസ്സിലാകുന്നു? ദൂതന്റെ ശബ്ദം ഇതാണ്, അങ്ങ് അവിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് വാഗ്ദത്തം ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. ഇന്ന് പകൽ ടാമി ചേച്ചിനോട് ഞാൻ പ്രവചിക്കുകയാണ്, 1 2 3 പേരായ നാം അവിശ്വസിക്കുന്നത് കൊണ്ട് ദൈവസഭയോടുള്ള വാഗ്ദത്തത്തിൽ നിന്ന് മറികടന്നു പോകാൻ എന്റെ ദൈവത്തിനൊക്കത്തില്ല. ഒരു യോഹന്നാൻ ജനിക്കേണ്ടത് സെഖരിയാവിലും എലിസബത്തിൽ നിന്നുമാണെന്ന് ലോകാരംഭത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. അത് ജനിക്കാൻ അല്ലെ ജനനം കൊടുക്കേണ്ട സെഖരിയാവ് അതിപരിശുദ്ധ സ്ഥലത്തും മിനിസ്റ്റർ ചെയ്യുന്നവർ അവൻ അതിനെ അവിശ്വസിച്ചാലും കർത്താവ് പറയാ, ഇതെനിക്ക് വെളിപ്പെടുത്തിയെടുക്കണം. പക്ഷേ എന്റെ പൊന്നു സെഖരിയാവേ, അതിന്റെ സന്തോഷം അതിന്റെ ആനന്ദം ഒരുപക്ഷെ നിനക്ക് വേണമെന്നില്ല. അത് നടക്കുവോളം നീ എന്തു ചെയ്യത്തില്ല, സംസാരിക്കത്തില്ല. ഒരു നന്മയുണ്ടായാൽ അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം പ്രകടമാകുന്നത് വാക്കുകളിലല്ലേ? നിങ്ങൾ എന്നെ കൂടെ ഉണ്ടോ? ഒരു നല്ല ഗിഫ്റ്റ് കിട്ടിയാൽ അതിൻ്റെ സന്തോഷം പ്രകടമാകുന്നത് വാക്കുകളിലല്ലേ? ഒരു നല്ല വിജയം കിട്ടിയാൽ അതിന്റെ സന്തോഷം പ്രകടമാകുന്നത് വാക്കുകളിലല്ലേ? സഭ നോക്കുമ്പോൾ, സമൂഹം നോക്കുമ്പോൾ അതിപരിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന പുരോഹിതൻ, മഹാപുരോഹിതനായിരിക്കുന്ന സെഖരിയാവ് എന്തുകൊണ്ട് മൗനമായി എന്നാരും അറിയാതിരിക്കുമ്പോൾ തനിക്ക് തന്നെ ഒരു ബോധ്യം താൻ വിളിച്ചു പറയുന്നത് ഞാൻ ആത്മാവിൽ പറയാം. എന്റെ പൊന്നു സഹോദര, കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ പൊട്ടനെ പോലെ അങ്ങ് വിശ്വസിച്ചോണം. അതിപരിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന ഞാൻ പോലും സംശയിച്ചു പോയി. പക്ഷെ അതുകൊണ്ട് ഞാൻ മൗനമായെന്നുള്ളതല്ലാതെ യോഹന്നാൻ ജനിക്കാതിരുന്നില്ല. ആമേൻ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ മേഖലകളെ മാറ്റിയിട്ട് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വെളിയിൽ കൊണ്ടുവരുന്ന ഒരു സീസണിലേക്ക്, അവിശ്വാസത്തിന്റെ മേഖലകളെ അടച്ചിട്ട് വിശ്വാസത്താൽ ആമേൻ വാഗ്ദത്തങ്ങളെ വെളിയിൽ കൊണ്ടുവരുന്ന ഞാനൊരപ്പനായതുകൊണ്ട് ഒരപ്പന്റെ വികാരമേ എനിക്ക് അറിയത്തുള്ളൂ, അമ്മമാരുടെ വികാരം എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞപ്പോഴത്തെ എൻ്റെ സന്തോഷം എത്ര വലുതായിരുന്നറിയാം. ഒരു തലമുറ ജനിച്ചു എന്ന് അറിഞ്ഞപ്പോഴത്തെ ആ ഹാപ്പിനെസ്.
ഒരാളോടൊരു കുഞ്ഞു ജനിച്ചു എന്ന് വിളിച്ചു പറയുമ്പോൾ മറു സൈഡിൽ നിന്ന് കേൾക്കുന്ന ആ വാക്കൊന്നും അല്ല നമ്മുടെ അകത്ത്. അതിനൊക്കെ 1000 മടങ്ങ് സന്തോഷമായിട്ട് അതൊക്കെ സ്വീകരിക്കുക. സ്തോത്രം. കാലതാമസമില്ലാതെ കുടുംബജീവിതത്തിൽ കാലതാമസമില്ലാതെ ഒരു തലമുറ കിട്ടിയിട്ട് ഈ പൊട്ടനായ അപ്പന്റെ സന്തോഷം ഇത്ര വലുതായിരുന്നെങ്കിൽ, നാളുകൾ തലമുറ കിട്ടാതിരുന്ന സെക്കരിയാവിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഒരു തലമുറയെ കിട്ടിയപ്പം ആൾക്ക് സന്തോഷത്തിന്റെ ആനന്ദത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. എന്താ കാരണമെന്നറിയാമോ? ചിലതിനെ അവിശ്വസിച്ചതാ. ഇന്ന് പകൽ വാഗ്ദത്തത്തോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? എന്താണ് നമ്മുടെ മനോഭാവം? ദൈവം വിശുദ്ധ പ്രവാചകന്മാരിലൂടെ പറഞ്ഞിരിക്കുന്ന ദൈവശബ്ദത്തെ കുറിച്ചുള്ള നമ്മളുടെ മനോഭാവം എന്താണ്? ഇന്ന് പകൽ എൻ്റെ പൊന്നുകുഞ്ഞെ, ഞാൻ ആ മനോഭാവത്തിൽ ഒരു പരാജയന്റെ ഭാഗത്ത് നിന്നാലും ദൈവം തന്റെ വാഗ്ദത്തം നിറവേറ്റു. പക്ഷെ ആ നിറവേറുന്ന വാഗ്ദത്തം എനിക്ക് സന്തോഷത്തിന്റെ പൂർണ്ണതയാകില്ല. എന്നാൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഇതിനകത്ത് എൻ്റെ ദൈവജനത്തെ പ്രബോധിപ്പിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. കാലം എത്ര കഴിഞ്ഞതായാലും, ശരീരം എത്ര നോ പറഞ്ഞതായാലും, അനുഭവങ്ങൾ എത്ര പ്രതികൂലം പറഞ്ഞതാണെങ്കിലും, വാഗ്ദത്തം യഥാസ്ഥാനത്ത് കൊണ്ടുവരുന്ന ഒരു കാലം വരുവോളം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ ആത്മാവിൽ അതിനെ മുറുകെ പിടിച്ച് ദൈവജനത്തിന് ദൂത് കൈമാറുകയാണ്. അത് യഥാസ്ഥാനത്താക്കുന്ന കാലം നിന്റെ ഉള്ളം തുറന്ന്, നിന്റെ മനസ്സ് തുറന്ന്, നിന്റെ ശരീരം തുറന്ന് നിനക്ക് സന്തോഷിക്കത്തക്കവണ്ണം ഇന്ന് പകൽ നീ വിശ്വാസത്തിന്റെ അടിത്തട്ടിൽ അതിവിശുദ്ധ വിശ്വാസത്താൽ അതിവിശുദ്ധ പ്രവാചകന്മാരിലൂടെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഒന്ന് മുറുകെ പിടിക്കുക. ചിലത് സാധ്യമാകാൻ പോകുകയാണ്. വാഗ്ദത്തങ്ങൾ വെളിയിൽ വരുന്നത് എനിക്ക് കാണാം. ഒരു വെള്ളത്തിനകത്തും മീൻ മുട്ടയിട്ടിരിക്കുന്നത് പോലെ മാലമാലയായി മാലമാലയായി ആമേൻ ഹല്ലേലൂയ ആമേൻ ചില ആമേൻ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ ബന്ധപ്പെട്ട് വെളിയിലേക്ക് വരുന്നത്. പ്രവാചകന്റെ പ്രവചന ശബ്ദം ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. യഥാസ്ഥാനത്താക്കാൻ വേണ്ടി അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ചേർച്ച് ചില വാഗ്ദത്തങ്ങൾ ബന്ധപ്പെടുകയാ. ദൈവമക്കളെ, നിങ്ങൾ അതിനെ ആത്മാവിലൊന്ന് സ്വീകരിച്ച് നിങ്ങളുടെ അഭിഷേകം എന്നത്, നിങ്ങളുടെ അനുഗ്രഹം എന്നത്, നിങ്ങളുടെ നന്മ എന്നത്, നിങ്ങളുടെ കുടുംബജീവിതം എന്നത്, നിങ്ങളുടെ തലമുറകൾ എന്നത് ഇന്ന് പകൽ ബന്ധപ്പെടുകയാ. ദർശനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അത് നിന്റെ അരികിലേക്ക് വരുന്ന സീസൺ. ചാടി പിടിക്കുക. അത് നിന്റെ അരികിലേക്ക് വരുന്ന സീസൺ. ഉടരാബ ശാന്തരാധനാദിയ അത് നിന്റെ അരികിലേക്ക് വരികയാ. ഇന്ന് പകൽ അടഞ്ഞു കിടക്കുന്ന വാഗ്ദത്തങ്ങളെ ആത്മാവിൽ ചലിപ്പിക്കുന്ന ഒരു ദൈവ കൃപയുടെ മഹത്വം ഇതിനകത്ത് ഞാൻ കാണുന്നു. കരമടിക്കുകയാണെങ്കിൽ നന്നായി കരമടിച്ചു. ദൈവത്തിന് നന്ദി പറയുകയാണെങ്കിൽ നന്നായി നന്ദി പറഞ്ഞു. എവിടെ താങ്ക്സ് ഉയരുന്നു, എവിടെ നന്ദി ഉയരുന്നു, അവിടെ റിസൾട്ടുകൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അവിടെ ഗ്ലോറി റിവീൽ ആയിക്കൊണ്ടേയിരിക്കും. മഹത്വം വെളിപ്പോ. വാഗ്ദത്തങ്ങളെ യഥാസ്ഥാനത്തിൽ എത്തിക്കാൻ ദൂതന്മാരെ വിടണമെങ്കിൽ സ്വർഗം ഇന്ന് ദൂതന്മാരെ വിടും. വാഗ്ദത്തങ്ങൾ യഥാസ്ഥാനത്ത് എത്തിക്കാൻ ദൈവം ഡയറക്റ്റ് ഇറങ്ങി വരണമെങ്കിൽ ദൈവം ഡയറക്റ്റ് ഇറങ്ങി വരും. വാഗ്ദത്തങ്ങൾ യഥാസ്ഥാനത്ത് എത്തിക്കാൻ പുത്രന്റെ പ്രസൻസിൽ മതിയെങ്കിൽ പുത്രൻ വെളിപ്പെട്ടു വരും. വാഗ്ദത്തങ്ങൾ യഥാസ്ഥാനത്താക്കാൻ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിലൂടെ വേണ്ടത് അത് പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നീ ഒറ്റയ്ക്കല്ല. നിന്നോടുള്ള വാഗ്ദത്തത്തെ യഥാസ്ഥാനത്താക്കാൻ ഒരു സൈന്യം പുറകിലുണ്ട്. ഒരു സൈന്യം
സൈന്യം. ലോറാബ ശാന്തരാധനാദിയ. ഒരു സൈന്യം നിന്റെ പുറകിൽ. ഗുഡാരാബ ശാന്തരാധനാദിയ. അടൽക്കമാല ശാന്തരാധനാദിയ. യെസ്, ഒരു സൈന്യം ചിലരുടെ പുറകിൽ നിൽക്കുകയാണ്. ഒരു സൈന്യം നിൽക്കുകയാണ്. ആ സൈന്യത്തോട് ഞാൻ ചോദിക്കുമ്പോൾ സൈന്യം പറയുന്നു, ഇത് നിവർത്തിക്കാതെ പോകാനൊക്കത്തില്ല. ഒരു ദൗത്യത്തിന്റെ പുറകിൽ സൈന്യം ഇറങ്ങിയാൽ സൈന്യത്തിന് അത് കംപ്ലീറ്റ് ആക്കാതെ പോകാൻ പറ്റില്ല. ഇന്ന് പകൽ നിന്നോടുള്ള, നിന്റെ കുടുംബത്തോടുള്ള, നിന്റെ തലമുറയോടുള്ള വാഗ്ദത്തം നിവർത്തിക്കാതെ സൈന്യം പിന്മാറുകയില്ല. ശാന്തരാബാനദരബ അർഖജാന ബൗഢവേദാരബ ശാന്തരാബ. എനിക്ക് എന്റെ ആഴങ്ങളിലേക്ക് പോകാൻ ഇന്ന് പകൽ സമയം പോരാ. വാഗ്ദത്തങ്ങളെ നിങ്ങളൊന്ന് ഓർത്തോ. ശാരീരികമായിട്ടുള്ളതാണെങ്കിൽ അത് നിവർത്തിക്കപ്പെടും, മാനസികമായിട്ടുള്ളതാണെങ്കിൽ അത് നിവർത്തിക്കപ്പെടും. ആത്മീയമായിട്ട് എന്നെ ആ 3 തലത്തിലാണ് നിർത്തിയത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. 1 ബോഡിയിൽ, 2 സോളിൽ, 3 സ്പിരിറ്റിൽ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്ന സീസൺ. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരുപോലെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്ന സീസൺ. ചിലരുടെ ശരീരത്തിൽ വെളിപ്പെട്ട വാഗ്ദത്തങ്ങൾ ഞാൻ ഇതിനകത്ത് കണ്ടു. ആമേൻ. ചിലരുടെ ദേഹിയിൽ, സോളിൽ, ആമേൻ, ദൈവം വെളിപ്പെടുത്തിയ വാഗ്ദത്തങ്ങൾ ഞാൻ കണ്ടു. ആമേൻ. ചിലരുടെ സ്പിരിറ്റിൽ വെളിപ്പെട്ട വാഗ്ദത്തങ്ങൾ ഞാൻ കണ്ടു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മക്കളെ, നിന്റെ ബോഡിയിലാണെങ്കിലും, നിന്റെ സോളിലാണെങ്കിലും, നിന്റെ സ്പിരിറ്റിലാണെങ്കിലും ഒരുപോലെ എൻ്റെ ഇന്നത്തെ വാക്ക് നിങ്ങൾ മറക്കരുത്. ലോകത്തിൻ്റെ ആരംഭം മുതൽ പ്രവാചകന്മാരെ കൊണ്ട് ദൈവം പ്രവചിച്ച് പറയിപ്പിച്ച പ്രവചനങ്ങൾ ഈ ദിവസങ്ങൾ യഥാസ്ഥാനത്താക്കുന്ന ഒരു കാലം വരികയാണ്. ആ കാലത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്നു. അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാമോ? ഈ നിൽക്കുന്ന നിൽപ്പ് നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഓർത്തോ? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. എന്ന് പറഞ്ഞതാണെങ്കിലും റിമൈൻഡ് ചെയ്ത് ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇട്ടുകൊടുത്തോ. ഇന്നതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചു തുടങ്ങുക. കരങ്ങൾ ഉയർത്താൻ പറ്റുന്ന മക്കളുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഈ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടാൻ കരഞ്ഞവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, എനിക്കറിയാം കരഞ്ഞവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ണുകൾ അടച്ച് ദൈവത്തോട് ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കും. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്കാമേ, വിടുതൽ നൽകും വചനങ്ങൾക്ക്. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്കാമേ, വിടുതൽ നൽകും വചനങ്ങൾക്ക്. ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക്, വിടുതൽ നൽകും വചനങ്ങൾക്ക്. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ, ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ, ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക്. ആമേൻ. എത്ര പേര് മകൻ ആമേൻ പറയൂ? വിടുതൽ നൽകും വചനങ്ങൾക്ക്. ആമേൻ, ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക്. ആമേൻ, ആമേൻ. വിടുതൽ നൽകും വചനങ്ങൾക്ക്. ദൈവം നൽകും, ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക്. വിടുതൽ നൽകും വചനങ്ങൾക്ക്. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക്. വിടുതൽ നൽകും വചനങ്ങൾക്ക്. വിശ്വാസത്താൽ ആമേൻ പറയും, സ്തോത്രത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ. വിശ്വാസത്താൽ
സ്തോത്രത്തോടെ ആമേൻ സ്തോത്രം പറ. പ്രാർത്ഥനയോടെ ആമേൻ സ്തോത്രം പറ. ദൈവം നൽകും ആമേൻ പറയും സ്തോത്രത്തോടെ ആമേൻ പ്രാർത്ഥനയോടെ വിശ്വാസത്താൽ സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ദൈവം നൽകും വാഗ്ദത്തങ്ങൾ ആമേൻ ആമേൻ നൽകും വചനങ്ങൾക്ക് ദൈവം നൽകും വാഗ്ദത്തങ്ങൾ വിടുതൽ നൽകും വചനങ്ങൾക്ക് വിശ്വാസത്താൽ ആമേൻ പറയും സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്താൽ ആമേൻ പറയും സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ മകൻ ഞാൻ അനുഗ്രഹം അവകാശം കർത്തന്റെ മൊഴികൾക്ക് ആമേൻ ആകാശം മാറിയാലും ഭൂമിയും നീങ്ങിടും തൻ വചനം നീങ്ങില്ല കർത്താവിൻ മകൻ ഞാൻ അനുഗ്രഹം അവകാശം കർത്തന്റെ മൊഴികൾക്ക് ആകാശം മാറിയാലും ഭൂമിയും നീങ്ങിടും തൻ വചനം നീങ്ങില്ല ദൈവം നൽകും വാഗ്ദത്തങ്ങൾ വിടുതൽ നൽകും വചനങ്ങൾക്ക് ദൈവം നൽകും വാഗ്ദത്തങ്ങൾ ആമേൻ ആമേൻ വിടുതൽ നൽകും ആമേൻ ആമേൻ ദൈവം നൽകും വാഗ്ദത്തങ്ങൾ ആമേൻ ആമേൻ വിടുതൽ നൽകും ആമേൻ ആമേൻ ദൈവം നൽകും ആമേൻ 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 വിശ്വാസം നൽകും വചനങ്ങൾ സഭയാം തോട്ടമേ ഉണർവിൻ കൂട്ടമേ ദൈവിക സമയമായി ഉണർവിൻ കാലമായി സഭയാം തോട്ടമേ ഉണർവിൻ കൂട്ടമേ ദൈവിക സമയം ഉണർവിൻ കാലമായി പരിശുദ്ധാത്മാവേ ഉണർവിൻ നായകനേ അളവു കൂടാതെ കൃപകൾ ചൊരിയണമേ അങ്ങ് തിരിഞ്ഞൊന്നു അങ്ങിൽ വസിച്ചിടാൻ സഭയാം തോട്ടമേ ഉണർവിൻ കൂട്ടമേ ദൈവിക സമയമായി ഉണരാൻ കാലമായി സമയം തോട്ടമേ ഉണർവിന്റെ കാലമാണ്. ദൈവിക സമയമായി സമയം തോട്ടമേ ഉണർവിൻ കൂട്ടമേ ദൈവിക സമയമായി പരിശുദ്ധാത്മാവേ ഉണർവിൻ നായകനേ അളവു കൂടാതെ കൃപകൾ ചൊരിയണമേ അങ്ങ് തിരിഞ്ഞൊന്നു ആവറില്ലായേ അങ്ങിൽ വസിച്ചിടാൻ സമയം തോട്ടമേ സഭയാം തോട്ടമേ ഉണർവിൻ കൂട്ടമേ ദൈവിക സമയമായി വാഗ്ദത്തത്തിൻ സമയമായി സമയം തോട്ടമേ സമയം തോട്ടമേ ഉണർവിൻ കൂട്ടമേ ദൈവിക സമയമായി ഉണർവിൻ കാലമേ സമയം തോട്ടമേ ഉണർവിൻ കൂട്ടമേ യഥാസ്ഥാനത്താക്കുന്ന കാലം പ്രവചിച്ച പ്രവചനങ്ങൾ ഉണർവിൻ റൈറ്റ് പ്ലേസിൽ വീഴുന്നു. നിന്റെ കുടുംബത്തിനകത്തേക്ക് വീഴുന്നു. നിന്റെ തലമുറയിൽ സമയം തോട്ടമേ
സമയം തോട്ടമേ ഉണർവിൻ worship you, Father. You are holy, holy, holy. Sharararararababababa. Lantaramamamasitababa. സഭയാം തോട്ടമേ ഉണർവിൻ കൂട്ടമേ ഓ ദൈവീക സമയമാ ഉണർവിൻ കാലമാ. വിശ്വാസത്തോടെ പിന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. ഇന്ന് ലഭിച്ച വചനം അത് എൻ്റെ വിടുതലിനാണ്. ഞാൻ അനുഭവിച്ച അവസ്ഥകളുടെ മേൽ ദൈവം എനിക്ക് തന്ന വിടുതലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായി ദൈവകരങ്ങൾ ഒരു സമർപ്പണത്തിൻ്റെ അവസ്ഥയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവേ നീ എന്നോട് ഇടപെട്ടതിനായി അങ്ങേ സ്തുതിക്കുന്നു എന്ന്, കർത്താവേ നീ എന്നോട് സംസാരിച്ചതിനായി അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ എന്ന്, കർത്താവേ ഞാൻ ആഗ്രഹിച്ചു വന്നതുപോലെ നീ എന്നെ ഇന്ന് ബലപ്പെടുത്തിയതിനായി അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പറയാം. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ അടയട്ടെ. ഇന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും അത് നിലനിർത്തേണ്ടതിന് കർത്താവേ നീ എന്നോട് കൂടെ ഇരിക്കണമേ എന്ന്. ലഭിച്ചത് നഷ്ടപ്പെടുവാൻ സാഹചര്യങ്ങളുണ്ട്, എന്നാൽ അത് നിലനിർത്തുന്ന ഒരുവനുണ്ട് എന്ന് ഇന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ കേട്ടു. കർത്താവേ നീ അത് നിലനിർത്തണമേ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടായിരിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല ദിവസത്തിനായി അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രഭാതത്തിൽ അങ്ങയുടെ പാദപീഠത്തെങ്കിൽ കടന്നു വന്ന നിമിഷം മുതൽ ഈ സമയം വരെയും അവിടുത്തെ ഉള്ള കരങ്ങളടിങ്ങളെ വഹിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. കടന്നു വന്നപ്പോൾ നല്ല പാട്ടുകളെ തന്നല്ലോ, ആരാധിച്ചു ബലപ്പെടുവാൻ നീ കൃപ തന്നല്ലോ കർത്താവേ. പിന്നെയും കർത്താവേ കർത്തൃമേശ ശുശ്രൂഷയിലൊക്കെയും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നല്ലോ കർത്താവേ. അത് ഈ ഭാഗമാക്കായ നിന്റെ ജനത്തെ എല്ലാം അവിടുന്ന് നിലനിർത്തണമേ കർത്താവേ. ബലത്തോടെ നിൽപ്പാൻ കർത്താവ് കൃപ നൽകണമേ കർത്താവേ. വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ കർത്താവ് കൃപ തന്നല്ലോ. ലഭിച്ചത് കർത്താവേ ഹല്ലേലൂയ, അത് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ വചനപ്രകാരം ജീവിക്കുമെന്നുള്ള ഒരു പുതിയ തീരുമാനത്തോടെ ഇന്ന് മടങ്ങുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യക്തികളായി കുടുംബങ്ങളായി നിന്റെ മക്കളെല്ലാം ഒന്നുപോലെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. വരുന്നൊരാഴ്ച കാലം ജീവിക്കുവാനുള്ള കൃപ നിന്റെ മക്കളുടെ മേൽ നീ ചൊരിഞ്ഞതിനായി അടികൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ആ വലിയ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ലീഡ് ചെയ്യുവാൻ നിന്റെ മക്കളെ നീ ബലപ്പെടുത്തിയല്ലോ കർത്താവേ. പേരുപേരായി നിന്റെ മക്കളെ നീ സഹായിക്കണമേ. വചനം കർത്താവേ ഒരുക്കി തരുവാൻ ദാസനെ ബലപ്പെടുത്തിയല്ലോ കർത്താവേ. അവിടുന്ന് പിന്നെയും മാനിക്കണമേ കർത്താവേ. അനേകരുടെ രക്ഷയ്ക്കായി കർത്താവ് അവിടുന്ന് എടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നടികൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും എൻ്റെ കർത്താവ് നിന്റെ മക്കളുടെ മേൽ ജയമയച്ചതിനായി അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അപ്പോൾ അടിയങ്ങളിപ്പോൾ പിരിയുന്ന പിരിയാബന്ധമായി കൂടെ ഇരിക്കണം. പിന്നെയും അടിയങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ മഹത്വപ്പെടുത്തുന്നവരെയും അവിടെ എവിടെയായി ശക്തിയുടെ മറവിൽ നിർത്തണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും അവിടുത്തേക്ക് തരുന്നു. യേശുവിനതി മഹത്വമുള്ള നാമത്തിൽ തന്നെ.